السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه وجنوده وسائر ساداتنا البدريين وشهداء البدريين وجميع مشائخنا الأزهرية الشالياتية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ഷരീഫ് 17-ാം തീയതി മഹാന്മാരായ ബദ്രീങ്ങളെയും ഷുഹദാ ഉൽ ബദ്ർ റളിയല്ലാഹു അൻഹുവിനെയും അനുസ്മരിക്കാനുള്ള പുണ്യദിനം കൂടിയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദ്രീങ്ങളുടെയും ഷുഹദാ ഉൽ ബദ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ആ മഹത്തുക്കളുടെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് നമ്മുടെ സകല മേഖലകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ബദ്രീങ്ങൾ ഈ ഉമ്മത്തിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിത്വങ്ങളാണ് മഹാന്മാരായ ബദ്രീങ്ങൾ റളിയല്ലാഹു അൻഹും. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഈ ഉമ്മത്താണല്ലോ മുൻ സമുദായത്തിൻ്റെ എല്ലാ ഉമ്മത്ത്, മുൻഗാമികളായ അംബിയാ മുർസലീൻ അലൈഹിമുസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തുകളെക്കാളും വലിയ മഹത്വമുള്ളവരാണ് ഉമ്മത്ത് മുഹമ്മദിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് മുഹമ്മദിയ സ്വർഗത്തിൽ കടക്കാതെ മുൻ സമുദായം സ്വർഗത്ത് കടക്കുകയില്ല. ഏതായാലും ഈ ഉമ്മത്തിലെ വലിയ മഹത്വമുള്ളവരാണ് മഹാന്മാരായ ബദ്ർ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വനഫഅനാ ബിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഏറ്റവും മഹത്വമുള്ളവർ. ആ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദ്ർ റളിയല്ലാഹു അൻഹും. ഹദീസുകളിൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലും അത് വിശദീകരിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫതുഹുൽ ബാരി 7-ാം വാല്യം 313 പറയുന്നു, ബഹുമാനപ്പെട്ട ബദ്ർ യുദ്ധത്തിൽ സംബന്ധിച്ച സ്വഹാബത്ത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവരെ പോലെ ബദ്ർ യുദ്ധത്തിൽ സംബന്ധിച്ച മലായികത്ത് മറ്റു മലക്കുകളെക്കാളും മഹത്വമുള്ളവരാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരിക്ക് വിശദീകരണം ഫതുഹുൽ ബാരി 7-ാം വാല്യം 313 അത് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഏതായാലും പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദ്ർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ബദ്ർ യുദ്ധത്തിനെ സംബന്ധിച്ചും ഒരുപാട് ആയത്തുകളിൽ വ്യക്തമായും സൂചനയായും ധാരാളം പറഞ്ഞത് കാണാം. ലഖദ് നസറക്കുമുല്ലാഹു ബി ബദ്രിൻ വ അൻതും അദില്ല, മഹാന്മാരായ ബദ്രീങ്ങൾക്ക് വലിയ ഒരു സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല ബദ്ർ യുദ്ധത്തിൽ നൽകിയതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കി പറയുകയാണ്. ഏതായാലും മഹാന്മാരായ ബദ്രീങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനത്തിൽ പെട്ടതാണ്. വിശദമായ ഖാദിയാദ് റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ ഷിഫാ ഷരീഫ് പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചതുപോലെ. മാത്രമല്ല അൽ ഇസ്മു ഹുവൽ മുസമ്മ, അൽ ഇസ്മു ഐനുൽ മുസമ്മ. എങ്ങനെയായാലും മഹാന്മാരായ ബദരീങ്ങൾക്ക് വലിയ സ്ഥാനവും മഹത്വമുണ്ട്. അതുപോലെ ആ മഹത്തുക്കളുടെ പുണ്യമായ പേരുകൾക്കും വലിയ സ്ഥാനമുണ്ട്. ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹും അവരുടെ പുണ്യമായ പേരുകൾ, അവരുടെ സഹവാസത്തിലുണ്ടായിരുന്ന ഖിത്മീർ നാളെ മഹ്ശറാ സഭയിൽ ബൽഅം ബിൻ ബാഊറിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ കടക്കുകയും ബൽഅം ബിൻ ബാഊർ നരകത്തിൽ നായിന്റെ രൂപത്തിൽ കടക്കുകയും ചെയ്യുമെന്ന് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. മുല്ല അൽ ഖാരി റഹ്മത്തുള്ളാഹി മിർഖാത്തിലൊക്കെ വിശദീകരിച്ചത് കാണാം. ഏതായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പോലത്തെ ഒരുപാട് മുഫസ്സിരീങ്ങൾ പറയുന്നു, അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹുവിന്റെ പുണ്യനാമങ്ങൾ തഹ്സീലുൻ നഫ്അ്, അതുപോലെ ദഫ്ഉൽ ദറർ, ഉപകാരം കരസ്ഥമാക്കാനും ബുദ്ധിമുട്ടുകളെ തട്ടിക്കളയാനും അതുപോലെ
തീകളൊക്കെ കെടുത്താനും വലിയ അസറുള്ള പുണ്യമായ പേരുകളാണ്. ഇതെല്ലാം അസ്ഹാബുൽ കഹഫിന്റെ പേരുകൾക്ക് ഇങ്ങനെയുള്ള സിറുകളും ബർക്കത്തുണ്ട് എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഔലിയാ ഈസവി എന്നതിലുള്ള അസ്ഹാബുൽ കഹഫ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഔലിയാ മുഹമ്മദിയ്യൻ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം അജ്മഈൻ അവർക്ക് എത്രമാത്രം മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഔലിയാ ഈസവിയ്യൻ ുള്ള അസ്ഹാബുൽ കഹഫ് റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ട ഈസാ നബി അലാ നബിയിനാ വ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സമുദായത്തിൽപ്പെട്ട അസ്ഹാബുൽ കഹഫിന് ഇത്രമാത്രം മഹത്വമുണ്ടെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിക്ക് എത്രമാത്രം മഹത്വമുണ്ട് എന്ന് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അസ്ഹാബുൽ ബദറിന്റെ പേര്, അസ്ഹാബുൽ ഉഹുദിന്റെ പുണ്യമുള്ള പേരുകളൊക്കെ അത് അതിന്റെ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ദിക്റിൽ പെട്ടതാണ് മഹാന്മാരുടെ പുണ്യമായ പേരുകൾ എന്ന് ഇമാം അബ്ദുൽ ഹമീദ് ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹാഷിയ തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിന് ഇത്രമാത്രം മഹത്വമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, അവിടെ ഉമ്മത്തിന്റെ പേരുകൾക്ക് എത്രമാത്രം മഹത്വം ഉണ്ടാകും എന്തൊക്കെ വിശദമായി മഹത്തുക്കൾ പറഞ്ഞു. ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ അത്വായ നബവിയ ഫിൽ ഫതാവ റൾവിയ 4-ാം വാല്യം 137-ാമത്തെ പേജിൽ, അതുപോലെ അൽ ഹർഫുൽ ഹസൻ ഫിൽ കിതാബത്തി അൽ കഫൻ എന്ന റിസാലയിൽ എല്ലാം വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഏതായാലും മഹത്തുക്കളുടെ അനുസ്മരണം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഐ ബിദിക്രില്ലാഹി ഐ ബിദിക്രി നബിയി ഐ ബിദിക്രി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ തഫ്സീറുകൾ കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്മരണ കൊണ്ട് ബിദിക്രി മുഹമ്മദിൻ വസ്ഹാബിഹി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും സ്വഹാബത്തിന്റെ കൊണ്ടും മനസ്സിന് സമാധാനമുണ്ടാകുമെന്ന് ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ശിഫയിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. സൂറത്തുൽ ഹൂദ് 120-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ മഹത്തുക്കളുടെ ചരിത്രം കൊണ്ട്, അവരുടെ പുണ്യമേറിയ തദ്കിറത്ത് തിദ്കാറ് കൊണ്ട് വലിയ ഒരു സമാധാനം നമുക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഹൂദ് 120-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല സ്വാലിഹീങ്ങൾ മഹത്തുക്കളെ അനുസ്മരിക്കുമ്പോൾ റഹ്മത്തിറങ്ങുമെന്നും ആ മഹത്തുക്കളെ മദ്ഹ് പറയുമ്പോൾ ഈമാനിക ശക്തി ലഭിക്കുമെന്നും ഹദീസുകളിലും മറ്റും ധാരാളം നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ പുണ്യമേറിയ പേരുകൾ പാരായണം ചെയ്യുക, അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹുവിന്റെ പേരുകളൊക്കെ പാരായണം ചെയ്യുക വലിയ മഹത്വമുള്ള സംഗതിയാണ്. അല്ലാമ സയ്യിദ് മുഹമ്മദ് ഹഖി നാസിലു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മഫ്സഉൽ ഖലായിഖ് വ മംബഉൽ ഹഖായിഖ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞതുപോലെ ഒരാള് അയാളുടെ നഫ്സിന് വേണ്ടി, വീടിന് വേണ്ടി, മറ്റു വസ്തുക്കൾക്ക് വേണ്ടി എല്ലാം സംരക്ഷണത്തിന് വേണ്ടി മഹത്തുക്കളായ ബദരീങ്ങളെ തവസ്സുലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ ബദരീങ്ങളുടെ അസ്മാ എഴുതി സംരക്ഷിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരുപാട് ആഫത്തുകൾ, മുസീബത്തുകൾ, സലാമത്തിന് അതിന് കാരണമാകുമെന്നൊക്കെ മഫ്സഉൽ ഖലായിഖ് വ മംബഉൽ ഹഖായിഖ് പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ശറഹുൽ അഖായിദിൽ അദ്ദിയയിൽ പറഞ്ഞു, ഒരു മജ്ലിസിൽ സ്വഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യമായ പേരുകൾ ചൊല്ലിയാൽ, ദുആർക്കുകയും ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞത് കാണാം. അതുപോലെ സൈഫുൻ നസ്ർ അതിന്റെ തഖ്രീർ സൈഫുൻ നസ്റിലൊക്കെ കാണാം. ഒരുപാട് മഹത്തുക്കളെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു, മഹാന്മാരായ മശായിഖുകൾ ബദ്രീങ്ങളായ മഹത്തുക്കളുടെ പേരുകൾ ചൊല്ലി തവസ്സുലാക്കിയതിന്റെ പേരിൽ അവർക്ക് അല്ലാഹു തആല വിലായത്തിന്റെ മർത്തബ നൽകിയിട്ടുണ്ട്. തഖ്രീബ് സൈഫുൻ നസ്ർ 5-ാം പേജിൽ കാണാം. ഏതായാലും ഈ മഹാന്മാരായ ബദ്രീങ്ങളെ അനുസ്മരിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് മഹാന്മാര് പരിശുദ്ധ ഖുർആനിനും ഹദീസിനും ലറൂറിയാത്തുദ്ദീൻ, ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്ന ഇതിനെല്ലാം ഒരുപാട് ഖിദ്മത്ത് ചെയ്ത അയിമ്മത്തുകൾ, ഇമാമുകൾ, മഅമൂലാത്തു അഹ്ലി സുന്ന, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പുണ്യ ആചാരം എന്ന നിലക്ക് മഹാന്മാരായ ബദരീങ്ങളെയും മഹത്തുക്കളായ സ്വഹാബത്തിനെയും മറ്റും അനുസ്മരിക്കാൻ വേണ്ടി അവരുടെ മഹത്വങ്ങൾ പറഞ്ഞ് മൗലൂദിന്റെ മജ്ലിസുകളും അസ്മാഉൽ ബദറിന്റെ മജ്ലിസുകളും അത് സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ളത്. അറിയപ്പെട്ട ഗ്രന്ഥമായ സുയൂഫുൻ നസ്ർ ഫി തവസ്സുലി ബി അസ്മാഇ അഹ്ലി ബദ്രിൻ വ ഉഹുദ് എന്ന മഹത്തായ ഗ്രന്ഥം, സുയൂഫുൻ നസ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന ബദ്രീങ്ങളെ തവസ്സുലാക്കി, ഉഹുദീങ്ങളെ തവസ്സുലാക്കിയിട്ടുള്ള ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. അതോടുകൂടെ
ഖസീദത്തു തഅജീലുൽ ഫുതൂഹ് ബി തഅസീലി തുറൂഹ് എന്ന് പറയുന്ന തഅജീലുൽ ഫുതൂഹ് എന്ന് പറയുന്ന ഖസീദ, അജിൽ ബിഫത്തിഹിം മിൻക യാ റഹ്മാനന എന്ന് തുടങ്ങിയ ഒരുപാട് ബൈത്തുകളുള്ള ഖസീദത്തു തഅജീലുൽ ഫുതൂഹ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മരിക്കാർ കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ആ മഹത്തായ ഗ്രന്ഥവും വളരെ പ്രസിദ്ധമാണ്. ബഹുമാനപ്പെട്ട ബദ്രീങ്ങൾ റളിയല്ലാഹു അൻഹുമെ തവസ്സുലാക്കി ഒരുപാട് ഫത്ഹ്, നസ്ർ, ബലാ ദഫ്, ആഫാത്ത് ദഫിന് വേണ്ടി വലിയ അനുഭവം സിദ്ധിച്ച ഒരു ഖസീദയാണ് തഅജീലുൽ ഫുതൂഹ്. അല്ലാഹ നഹ്മദുഹു വനശ്കുറു ദൈദന യാ റബ്ബി സ്വല്ലി വസല്ലിമൻ വതഹന്നന അബദൻ അലാ ഖൈറിൽ ഖലായിഖി മന്ദന വൽ ആലി വസ്വഹബിൽ കിറാമി ഇലാഹന അജിൽ ബിഫത്തിഹിം മിൻക യാ റഹ്മാനന തുടങ്ങിയ തഅജീലുൽ ഫുതൂഹ് എന്ന് പറഞ്ഞ പുണ്യബൈത്തുകൾ. മാത്രമല്ല ഒരുപാട് മഹാന്മാർ അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബദ്രിയത്ത് ഒരുപാട് മഹാന്മാർ എഴുതിയത് കാണാം. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ ബില്ലത്തി വദ്ദീൻ അൽ അല്ലാമ അബു സആദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് ഗോയ ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾ എഴുതിയ അൽ ഖസീദത്തുൽ ബദ്രിയ്യ വൽ ഉഹ്രിയ്യ, റിഹാബുസ് സദർ ബി സിഹാബിൽ ബദ്ർ എന്ന് പറയുന്ന ബദ്രിയത്ത് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ അമഹത്തായ ഖസീദത്തുൽ ബദ്രിയ്യ ഇന്ന് ലോകത്ത് അകാബിരിങ്ങളായ മഹത്തുക്കളുടെ ആശീർവാദവും ഇജാസത്ത് അനുസരിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തും ബദ്രിയത്തിന്റെ മജ്ലിസുകൾ ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ബദ്രിയ്യ, മഹദ്റത്തുൽ ബദ്രിയ്യ എന്ന പേരിലെല്ലാം ധാരാളം മജ്ലിസുകൾ നടക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ബദ്രീങ്ങളുടെ മദദ് റളിയല്ലാഹു അൻഹും നമുക്കും ആ മജ്ലിസിൽ സംബന്ധിക്കുന്നവരും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചവർ, ഇജാസത്ത് നൽകിയവർ, അതിന് ആശീർവാദം നൽകിയ സർവ്വ അകാബിരീങ്ങൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാന്മാരുടെ ബദ്രീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സർവ്വ ഉലമാ ഖുദമാ സർവ്വ മുഅ്മിനീങ്ങൾക്കും സുന്നത്ത് ജമാഅത്തുൽ ഇസ്തിഖാമത്തും ഖൈറും ലുത്ഫും ആഫിയത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും മഹാന്മാരായ ബദ്രീങ്ങൾ അവരുടെ പേരുകൾക്കും വലിയ ബർക്കത്തുണ്ട്. മഹാന്മാരെ ആ ബദ്രീങ്ങളെ തവസ്സുലാക്കി, ഉഹുദീങ്ങളെ തവസ്സുലാക്കി, അവരെ പുണ്യ പേരുകൾ ചൊല്ലി തവസ്സുലാക്കിക്കൊണ്ട് ഒരുപാട് പ്രാർത്ഥനകളും അവരോട് ഇസ്തിഗാസയും നടത്തി ഒരുപാട് മഹാന്മാർ എഴുതി. ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ബദ്രിയുടെ തുടക്കത്തിൽ അസ്സലാമു അലൈക്കും യാ അസ്ഹാബ ബദ്ർ, അസ്സലാമു അലൈക്കും യാ അഹ്ല ബദ്ർ, അസ്സലാമു അലൈക്കും യാ ശജആനൽ ഗസ്വത്തുൽ കുബ്രാ, അഈനൂനി ബിഔനിക്കും വഅഗീസൂനി ബിഗൗസിക്കും വൻദുറൂനി ബിനദരിക്കും വഹസ്സുലു മഖ്സൂദി ബിശിഫാഇ അംറാദി വനഫാഇ അഗ്റാദി വസായിരി അഹ്ലിദ്ദാർ വഖൂമു അലാ ഹവായിജി ബിവഹ്ദാനിയത്തില്ലാഹി തആല വഖുദ്റതിഹി ബിജാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മദദ് അൽ മദദ് അൽ മദദ് المدد 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 الغياث 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 العون 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 يا عباد الله يا رجال الله يا أصحاب رسول الله صلى الله عليه وسلم ورضي الله عنكم وحصل مرامنا بكم آمين എന്ന് പറയുന്ന ബദ്രീങ്ങളോടുള്ള സലാം പറഞ്ഞ് അതിന്റെ മുമ്പ് സാധാരണയിൽ ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അറഫ ദിനം 1365 ഹിജ്റയിൽ തിങ്കളാഴ്ച ദിവസം എഴുതിയ ഒരു പുണ്യമേറിയ ഖസീദ, ബദ്രീങ്ങളുടെ അസ്മാ ചെല്ലുന്നതിന്റെ മുമ്പ്, ആരംഭിക്കുന്നതിന്റെ മുമ്പ് ചെല്ലാനുള്ള ഒരു ഖസീദ മഹാനായ ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ യാ മൗലായി ഖദ് അസ്സജാറുക യാ കരീമ അത്വാഇ എന്ന് തുടങ്ങുന്ന ആ ഖസീദ എഴുതി അതിന്റെ ശേഷം സലാമും ഇസ്തിഗാസയും അതിന്റെ ശേഷമാണ് ബദ്രിയത്ത്. തബാറക്ത മൗലാന ലക്കൽ ഹംദു മാദിഹ കിറാമൻ നിഖാബൻ സിയമ ഐന റഹ്മതി എന്ന് തുടങ്ങുന്ന മഹാന്മാരായ ബദ്രീങ്ങളെ അസ്മാഇനെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓതിത്തീർക്കാൻ ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുകയാണ്. അവസാനം അവർ തവസ്സുലാക്കിക്കൊണ്ട് ബൈത്തിൽ തന്നെ ഒരുപാട് ദുആകൾ അലൈഹിം റിളാജ് ഇനാക ബുസാത കഫിനാ ലിതഹ്സീലി മഅമൂലിൻ വ ഇൻജാസി റഗ്ബതി തുടങ്ങി ഒരുപാട് ബൈത്തുകൾ എഴുതി അവസാനം ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഖല്ലുസായ അസ്ഹർ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് അവസാനം അതിം അസ്ഹറം ബിൽ ഫദ്ലി നഹ്വാക ജാദിബ തആലൈത നുസ്നിൽ ഖത്മ മഅകുല്ലി ഖൈറതി എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ബദ്രിയത്ത് അവസാനിപ്പിക്കുകയാണ്. അതിന്റെ ശേഷം അൽ ഖസീദത്തുൽ ഉഹുദിയ്യ
എന്ന മഹത്തായ ഖസീദത്തുൽ ഉഹദിയ, അതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ ബദരീങ്ങളെയും ഉഹദിയങ്ങളെയും തവസ്സുൽ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പ്രാർത്ഥന, അൽഹംദുലില്ലാഹ് ഹംദൻ ദായിമൻ വലഹു ശുക്റു ശുക്റൻ ഖായിമ വസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ അനാം വആലിഹി വസ്വഹ്ബിഹി വതാബിഇഹിം ഇലാ യൗമിൽ ഖിയാം എന്ന് തുടങ്ങി ഒരു ദുആ മഹാനായ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുകയാണ്. ആ ദുആയിൽ എത്രമാത്രം അർത്ഥമേറിയ തവാദുഉം ഖുദൂഉം എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ദോഷങ്ങൾ മാഫാകാൻ, നമ്മുടെ കടങ്ങൾ വീടാൻ, നമ്മുടെ വിഷമങ്ങളൊക്കെ തീർക്കാൻ, നമുക്ക് ഒരുപാട് യഖീനും ഈമാനും ലഭിക്കാൻ, ഈമാൻ സലാമത്തായി കിട്ടാൻ നല്ല നിലക്കുള്ള പ്രാർത്ഥന ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുകയാണ്. അതിൽ പറയുന്നു, അല്ലാഹുമ്മ ഇൻ കാന ലാ യനാലുൽ ഫൗസ ഇല്ലൽ മുഹ്സിനൂൻ ഫഇലാ മൻ യഫ്സഉൽ മുസീഊൻ ഫഹാ നഹ്നു അബീദുക അദില്ലതൻ ബൈന യദൈക നസ്തദില്ലു ബിക അലൈക ഫഗ്ഫിർ ലനാ വലി വാലിദിനാ വലി മശായിഖിനാ വലി ഉസ്താദിനാ വസായിറിൽ മുസ്ലിമീൻ. അതായത് പടച്ചവനെ, നിന്റെ ഫൗസ്, വിജയം, ആ പരിപൂർണമായ വിജയം അത് മുഹ്സിനീങ്ങളായ നല്ലവർക്ക് മാത്രമേ എത്തുകയുള്ളൂ. എന്നാൽ നമ്മൾ പാപപ്പെട്ട ദോഷികൾ എന്തു ചെയ്യും? ആരോട് ഇസ്തിഗാസ നടത്തും, സഹായം തേടും? പടച്ചവനെ, ആ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് എന്ന് ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നല്ല ഒരു പ്രാർത്ഥന ബദ്രിയത്തിന്റെ സാധാരണ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ഹളറത്ത് ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയിൽ നിന്നിറങ്ങിയ 24-25 പേജുകളിൽ ബഹുമാനപ്പെട്ട ബദ്രിയത്ത് ഉഹുദിയത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന, വലിയ മഹത്വമേറിയ പ്രാർത്ഥന ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. മഗ്ഫിറത്ത് കിട്ടാനും, എല്ലാ വിഷമങ്ങളും നീങ്ങാനും, പ്രയാസം എല്ലാം അകറ്റാനും, അതുപോലെ ഈമാൻ സലാമത്തിന് വേണ്ടിയും, അതുപോലെ ദുനിയവിയായ ദീനിയായ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടാനും, അതുപോലെ റബ്ബിന്റെ ലിഖാ ലഭിക്കാനും, ഹുസ്നുൽ ഖിതാമ ലഭിക്കാനും എല്ലാം നല്ല ഒരു പ്രാർത്ഥന ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദത്തുൽ ബദ്രിയ വൽ ഉഹദിയയുടെ 24-25 പേജുകളിൽ വിശദമായി നല്ലൊരു പ്രാർത്ഥന മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഈ മഹത്തായ ഖസീദ ബദ്രിയത്ത് ഉഹദിയത്ത് നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് മഹാന്മാർ, സുയൂഫുൻ നസർ തുടങ്ങിയ ഒരുപാട് അകാബിരിങ്ങൾ ബദ്രിയത്തുമായി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയതായി കാണാം. ആ മഹത്തുക്കളുടെ ദറജാത്ത് അല്ലാഹു മഹാന്മാരായ ബദ്രീങ്ങളെ കൂടെ നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ശാലിയാത്ത് റഹിമഹുള്ളയുടെ ഹളറത്തിൽ പല പ്രാവശ്യവും പല ദിവസവും എല്ലാ ദിവസവും ബദ്രീങ്ങളെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹു തആല ആ ദുആയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആയിരിക്കുമ്പോൾ അല്ലാഹു ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും മഹാന്മാരായ ബദ്രീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഇമാം ശാലിയാത്ത് റഹിമഹുള്ളയുടെ മശായിഖിന്റെ ബർക്കത്ത് കൊണ്ട്, ദാറുൽ ഇഫ്തായിൽ അസ്ഹറുള്ള കിതാബുകളുടെ മുസന്നിഫീങ്ങൾ ആ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും മഹാന്മാരായ ബദ്രീങ്ങളെ കുറിച്ച് ധാരാളം നമുക്ക് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ ബദ്രീങ്ങളെ സംബന്ധിച്ച് തന്റെ ഒരുപാട് ഇമാമിയങ്ങൾ വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദല്ല എന്ന് തുടങ്ങിയ ആയത്തുകളുടെ വിശദീകരണത്തിൽ ഒരുപാട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അതോടുകൂടെ ഇൻസാനുൽ ഉയൂൻ, സീറത്തുൽ ഹൽബിയ, അതുപോലെ സീറത്ത് ഇബ്നു ഹിഷാം, അതുപോലെ മറ്റു സീറകളിലും, അതുപോലെ ഇമാം ഖസ്സലാനി റഹ്മത്തുള്ളാഹിയുടെ അൽ മവാഹിബുൽ ലദുനിയ അതിന്റെ വിശദീകരണം ശറഹു സുർഖാനി, അതുപോലെ ശറഹു സദ്ർ, അതുപോലെ അൽ ഇക്തിഫാ, അതുപോലെ യൂസുഫ് ഇബ്നു സ്വാലിഹ് ഷാമി റഹ്മത്തുള്ളാഹിയുടെ സുബുലുൽ ഹുദാ, അർ-റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന ആ പുസ്തകത്തിലടക്കം അങ്ങനെ ഒരുപാട്, അൽ അൻവാർ, അതുപോലെ മഗാസിൽ വാഖിദി തുടങ്ങിയ ഗസ്വത്ത് ബദ്റുൽ കുബ്ര, അഷിഫ, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ട മഹാന്മാരായ ബദ്രീങ്ങളെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞത് കാണാം. അതിൽ ചിലത് മാത്രം ഈ സദസ്സിൽ നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട ബദ്രീങ്ങൾ റളിയല്ലാഹു അൻഹും ബദ്രി യുദ്ധത്തിൽ വ്യത്യസ്തമായ പേരാണ് ബദ്രിയത്തിനുള്ളത്. കസ്റത്തുൽ അസ്മാഇ തദുല്ലു അലാ ശറഫിഹി, ബദ്റുൽ കുബ്ര, ബദ്റുൽ ഉളുമാ, ബദ്റുൽ സാനിയ, അതുപോലെ ബദ്റുൽ ഖിതാൽ, ബദ്റുൽ ഫുർഖാൻ, അങ്ങനെ ഒരുപാട് പേരുകൾ ബദ്ർ യുദ്ധത്തിനുണ്ട്. ഹിജ്റ 2 റമദാൻ 17 വെള്ളിയാഴ്ച രാവിലെയാണ് ബദ്ർ യുദ്ധം നടന്നിട്ടുള്ളത്. ബദ്ർ എന്ന് പേര് വെക്കാനുള്ള കാരണം മദീന മുനവ്വറയിൽ നിന്ന് 4 മർഹല, 2 മർഹല പറഞ്ഞാൽ 132 കിലോമീറ്റർ, 4 മർഹല എന്ന് പറഞ്ഞാൽ 164 കിലോമീറ്റർ ദൂരെയുള്ള മക്കയുടെയും മദീന മുനവ്വറയുടെയും, മക്കത്തുൽ മുക്കറമയുടെയും മദീന മുനവ്വറയുടെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ബദ്ർ എന്ന് പറയുന്നത്. ബദ്ർ ബിൻ ഹാരിസ് എന്ന ആള് അവിടെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. അവിടെ ആ കിണർ ഉള്ള സ്ഥലത്തിനേക്കാണ് ബദ്ർ എന്ന ആ സ്ഥലത്തിനേക്ക് പേര് വന്നത്. ബദ്ർ എന്ന് പേര് വെക്കാൻ കാരണം ബദ്ർ ബിൻ ഹാരിസ് കുഴിച്ച ഒരു കിണർ അവിടെ ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് ആ സ്ഥലത്തിനിക്ക് ബദ്ർ എന്ന് പേര് പറയപ്പെടുന്നത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതോടുകൂടെ യുദ്ധമുണ്ടാകാൻ കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ നുബുവത്തിനെ പ്രഖ്യാപിച്ചു 40-ാമത്തെ വയസ്സിൽ. കുന്തു നബിയൻ വആദമു ബൈന റൂഹി വൽ ജസദ്, കുന്തു നബിയൻ വആദമു ബൈനൽ മാഇ വത്തീൻ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അല്ലാഹു പടച്ചത് തന്നെ അവിടുത്തെ നൂറിനെയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദമിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ നുബുവത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ജനിച്ച് നുബുവത്തിന്റെ സ്വഭാവമാണ് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായത്. 40-ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ പ്രഖ്യാപനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അതിന്റെ ശേഷം ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. മക്കയിലെ പീഡനങ്ങളും അങ്ങനെ ഒരുപാട് വിഷമമുള്ള ജീവിതവും എല്ലാം സഹിക്കേണ്ടി വന്നു. ഒരുപാട് കാലം സഹിച്ചു ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മദീന മുനവ്വറയിലേക്ക് ഹിജ്റ ചെയ്തു. അവിടെയും ഒരുപാട് കാലം പീഡനം സഹിക്കേണ്ടി വന്നു. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ച് യുദ്ധം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതം കൊടുത്തിട്ടില്ല. ഏതായാലും ഒരുപാട് കാലം പീഡനങ്ങളും സഹിക്കുകയും അങ്ങനെ എല്ലാ പ്രയാസം സഹിച്ചിട്ടും തിരിച്ച് യുദ്ധം ചെയ്യാനുള്ള സമ്മതവും മറ്റും ഇല്ലാത്തതിന്റെ പേരിൽ അന്ന് മുസ്ലിമീങ്ങൾ യുദ്ധത്തിനാരും തയ്യാറായില്ല. പിന്നെ മദീന മുനവ്വറ എത്തിയിട്ടും യുദ്ധത്തിന്റെ സമ്മതം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനം ഇറക്കി. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വ ഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. സൂറത്ത് ഹജ്ജ് 39-ാമത്തെ ആയത്ത്. യുദ്ധത്തിന് ഇറയാകുന്നവർക്ക്, ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക്, അവർ ആക്രമിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്യാം എന്ന സമ്മതം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും ഉണ്ടായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കാൻ കൈയുള്ളവൻ തന്നെയാണ്. മാത്രമല്ല മദീന മുനവ്വറയിലെത്തിയ മുസ്ലിമീങ്ങളായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുമിന്റെ അവിടുത്തെ മൃഗങ്ങളെ കക്കുകയും മോഷ്ടിക്കുകയും അവിടെ കൃഷികളൊക്കെ നശിപ്പിക്കുകയും മറ്റും അങ്ങനെ ഒരുപാട് അക്രമങ്ങൾ ഖുറൈശികൾ നടത്തി. ആ സമയത്ത് മാത്രമല്ല കച്ചവടത്തിന് വേണ്ടി ലഭിക്കുന്ന ലാഭത്തിന്റെ എല്ലാ വിഹിതവും മുസ്ലിമീങ്ങൾക്ക് കിട്ടേണ്ടത് മുഴുവനും മാത്രമല്ല അവർ കച്ചവടം ചെയ്ത് അതിന്റെ ലാഭം മുഴുവനും മുസ്ലിമീങ്ങൾക്കെതിരെ അവർ ഉപയോഗിക്കാൻ തയ്യാറാവുകയും ചെയ്തു. മുസ്ലിമീങ്ങൾക്ക് എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് സമ്പത്ത് നീക്കിവെക്കുകയും ചെയ്തു. മാത്രമല്ല മുസ്ലിമീങ്ങളായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മക്കയിൽ ഉപേക്ഷിച്ചതായ, അവിടെ ഒഴിവാക്കിയിരുന്ന ആ സമ്പത്ത് അവർ കൈയടക്കുകയും കച്ചവടം ചെയ്ത് അതിന്റെ ലാഭം കൂടി എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് ത്യാഗങ്ങളും വിഷമങ്ങളും മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സഹിച്ചു. അവസാനം അബൂ സുഫിയാൻ ആ ഇടയിലാണ് ഒരു കച്ചവടത്തിന് വേണ്ടി പോകുന്നത്. അബൂ സുഫിയാൻ ബദ്ർ യുദ്ധം സമയം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കച്ചവട സംഘം ഷാമിൽ നാട്ടിലേക്ക് തിരിക്കാൻ പോകുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാൻ സാധിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കി അബൂ സുഫിയാൻ കച്ചവടത്തിന് പോവുകയാണ്. ആ കച്ചവട സമ്പത്തിന്റെ ഒരു ഭാഗം മുസ്ലിംകളുടെ ആയിരുന്നു, സ്വഹാബത്തിൻ്റെതായിരുന്നു. കാരണം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മുസ്ലിമീങ്ങൾ മക്കയിൽ ഉപേക്ഷിച്ചിരുന്നതായിരിക്കുന്ന ആ സമ്പത്തും അതുപോലെ അക്രമത്തിലൂടെ ഖുറൈശികൾ പിടിച്ച് എടുത്തതായിരിക്കുന്ന സമ്പത്തും അത് മുഴുവനും കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് അവരോട് നേരിടാൻ പറഞ്ഞു. അങ്ങനെ ഒരു നീണ്ട ചരിത്രമാണ്.
ഹാദിഹി ഈറു ഖുറൈശിൻ ഫീഹാ അംവാലുഹും ഫഖ്റുജൂ ഇലൈഹാ ലഅല്ലല്ലാഹു അൻ യുൻഫിലികുമൂഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും അങ്ങനെ അവരെ തേടി പോവുകയും, പക്ഷേ അതിന്റെ മുമ്പ് അവർ അവിടുന്ന് പോവുകയും തിരിച്ചു പോവുകയും, അങ്ങനെ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ അവരെ പിടികൂടാം എന്നൊക്കെ തീരുമാനിക്കുകയും, അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നോമ്പുള്ള സമയമാണ്. അങ്ങനെ റമദാൻ 8 തിങ്കളാഴ്ച ദിവസം യാത്ര തിരിക്കുന്ന സമയത്ത്, ആ നോമ്പനുഷ്ഠിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 185 ആയത്തിൽ പറഞ്ഞതുപോലെ, വമൻ കാന മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ നോമ്പ് മുറിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങൾ നോമ്പ് മുറിക്കുക. യാത്രവേളയിൽ ഇങ്ങനത്തെ സന്ദർഭത്തിൽ നോമ്പ് ഉപേക്ഷിക്കാം, പിന്നീട് ഖളാ വീട്ടാമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 185 ആയത്തിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയുടെ തഖ്ഫീഫ് ഇളവ് സ്വഹാബത്തിനേക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു ആ യാത്രവേളയിൽ ബദ്രിന്റെ ആ സന്ദർഭത്തിൽ ഇവിടെ മക്കയിൽ വെച്ചിട്ട് ആതിക ബീവി നീണ്ടവർ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിൽ ഒരുപാട് ശുഭലക്ഷണങ്ങൾ, ഈ സ്വപ്നത്തെക്കുറിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കേട്ട ഉടനെ പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദിഹി ലറുഇയ വഅൻതി ഫക്തുമീഹാ വലാ തദ്കുരീഹാ ലിഅഹദിൻ. അതായത് ഈ സ്വപ്നം യഥാർത്ഥമാണ്, അതുകൊണ്ട് ഇതിൽ സൂചനകളുണ്ട് ഒരുപാട്, അതുകൊണ്ട് മുന്നറിയിപ്പാണ് ഈ സ്വപ്നം, അതുകൊണ്ട് നിങ്ങളിത് ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ വലിയ ഒരു സംഭവമാണ്. അങ്ങനെ അവസാനം അബൂജഹലൊക്കെ അത് അറിഞ്ഞപ്പോൾ യാ ബനി അബ്ദുൽ മുത്തലിബ് മതാ ഹദ്ദസത് ഫീക്കും ഹാദിഹിൻ നബിയാന്ന് പരിഹസിച്ചുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞത് കാണാം. എന്തേ ഇപ്പോ നിങ്ങളെ കുടുംബത്തില് നിങ്ങളിൽ എപ്പോഴായി പ്രവാചക സ്ത്രീ വന്നതെന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാം. ഏതായാലും അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ആ യുദ്ധവേളം തുടങ്ങുകയും അങ്ങനെ ആ യുദ്ധത്തിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദ്രിലേക്ക് പോകുമ്പോൾ സ്വഹാബത്തിനോട് മുശാവറ നടത്തുകയാണ്. സിദ്ദീഖ്, സാദാത്തുന സിദ്ദീഖ്, ഉമർ, മിഖ്ദാദ് റളിയല്ലാഹു അൻഹും എല്ലാവരോടും അഭിപ്രായം ചോദിക്കുമ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഖൗമിനോട് പറഞ്ഞതുപോലെ, മൂസാ നബി അലൈഹിസ്സലാമിനോട് അവരുടെ ഖൗം പറഞ്ഞതുപോലെ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖായിദൂൻ വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ എന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്. ഓ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖായിദൂൻ, നീയും നിന്റെ പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തു, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖൗം പറഞ്ഞിരുന്നു. അങ്ങനെ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരിക്കലും പറയില്ല ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ, നബിയെ നിങ്ങളും റബ്ബും യുദ്ധം ചെയ്തോളി, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് യുദ്ധം ചെയ്യാൻ എന്ന് ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവല്ലദീ ബഅസക ബിൽ ഹഖി ലബിസ്തഅറൽത ബിനാ ഹാദൽ ബഹറ ഫഖുൽതുഹു ലഖുൽനാഹു മഅക മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ് സീറൂ വഅബ്ശിറൂ ഫഇന്നല്ലാഹ തആല ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ. അതായത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കടലിൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ അതിന് തയ്യാറാകും നബിയെ എന്ന് പറയുകയും അവസാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സീറൂ വഅബ്ശിറൂ ഫഇന്നല്ലാഹ ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ വല്ലാഹി ലക അന്നീൽ ആന അൻദുറു ഇലാ മസാരിഇൽ ഖൗം. നമുക്ക് വിജയമുണ്ടാകുമെന്ന സൂചന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ സന്തോഷ വാർത്ത അറിയിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മുസ്ലിം സമൂഹത്തെ, അതായത് സ്വഹാബത്തിനെ, സൈന്യത്തിനെ 2 ഭാഗമാക്കി തിരിക്കുകയും ചെയ്തു. ഒന്ന് മുഹാജിറുകളുടെ സംഘം, രണ്ടാമത്തത് അൻസാറുകളുടെ സംഘം. മുഹാജിറുകളുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ അൻസാറുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പേർക്കും ഓരോ കറുത്ത കൊടികൾ കൊടുക്കുകയാണ്. അങ്ങനെ മുസ്ലിമീങ്ങളെ മൊത്തം പ്രതികരിക്കാൻ വേണ്ടി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ഒരു വെളുത്ത കൊടിയും കൊടുത്തു. എന്നിട്ട് സൈന്യത്തിന്റെ വലത്തെ ഭാഗത്ത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും, ഇടത്തെ ഭാഗത്ത് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെയും, പിൻഭാഗത്ത് ഖൈസ് റളിയല്ലാഹു അൻഹുവിനെയും നേതാവാക്കി നിശ്ചയിക്കുകയും ചെയ്തു. സൈന്യത്തിന്റെ മൊത്തം നേതൃത്വം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ലീമൻ കസീറ ഏറ്റെടുക്കുകയും ചെയ്തു. വിശദമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഹൽബി സീറത്തുൽ ഹൽബിയ 1-ാം വാല്യം 533-ൽ, അതുപോലെ സീറത്തുൻ നബവിയ്യ അഹ്മദ് ഇബ്നു സൈൻ ദഹ്ലാൻ റഹ്മത്തുള്ളാഹി 428-ൽ പറഞ്ഞതും കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് ഈ പറഞ്ഞ സ്വഹാബത്തിന്റെ ഈ മഹത്വം, അതുപോലെ ഒരു ജമിയത്തിന്റെ സെറ്റപ്പ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധവേളയിൽ കാണിക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദ്ർ യുദ്ധത്തിൽ, അങ്ങനെ മഹാന്മാരായ ബദ്ർ യുദ്ധത്തിൽ സംബന്ധിക്കാത്ത ചില സ്വഹാബി ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ പോലത്തെ ചില സ്വഹാബികൾ ബദ്ർ യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടുള്ള 10ഓളം വരുന്ന സ്വഹാബികൾ. പക്ഷേ ആ 10 സ്വഹാബികളും ബദ്ർ യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതപ്രകാരം അവർ ഓരോ കാര്യം നിശ്ചയിക്കപ്പെട്ടത് കൊണ്ട് അവരും ബദ്രീങ്ങൾ ലിസ്റ്റിൽ പെടും എന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യയായ ബഹുമാനപ്പെട്ട റുഖയ്യ ബീവി റളിയല്ലാഹുവിന്റെ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നോക്കാൻ വേണ്ടി, പരിപാലനത്തിന് വേണ്ടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടായത്. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദ്ർ യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടില്ല. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ചെയ്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോട്, ഇന്നലക അജ്റു റജുലിൻ മിമ്മൻ ഷഹിദഹാ വസഹ്മുഹു, അതായത് നിങ്ങൾക്ക് യുദ്ധത്തിൽ സംബന്ധിച്ച ഒരാളുടെ പ്രതിഫലവും അതുപോലെ യുദ്ധ മുതലിലെ ഒരു അവകാശവും ലഭിക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത് കാണാം. അതുപോലെ ചില സ്വഹാബികൾ, അബൂ ലുബാബ പോലത്തെ ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ വാലിയായിട്ട് നിശ്ചയിച്ചിരുന്നു. ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ പള്ളിയിൽ ജനങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ വരുന്ന 10ഓളം സ്വഹാബികളെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സീറത്തുൽ ഹൽബിയ 1-533-ൽ വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ മഹാന്മാരായ ബദ്ർ യുദ്ധത്തിൽ സംബന്ധിച്ച ഒരുപാട് മഹത്വങ്ങൾ ബദ്രീങ്ങൾക്കുണ്ട്. എത്രയോ ഹദീസുകളിൽ ഇന്നഹു കാന ബദ്രിയൻ ഇന്നഹു മിൻ അഹ്ലി ബദ്ർ, അങ്ങനെ പ്രത്യേകമായ മഹത്വം തന്നെ പറഞ്ഞതായി കാണാം. എടുത്തുദ്ധരിക്കുകയാണിത് ബദ്ർ യുദ്ധത്തിൽ സംബന്ധിച്ച ആളാണ് എന്ന് പ്രത്യേകമായി എടുത്തുദ്ധരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പറയുമ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരൊക്കെ ഏതായാലും ബദ്ർ യുദ്ധത്തിൽ സംബന്ധിച്ച മഹത്തുക്കളുടെ അതുപോലെ ബദ്ർ ശുഹദാക്കളുടെ ദർജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ശഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഖൈബുകൾ നൽകിയിട്ടുണ്ട്, ഇൽമുൽ ഗൈബ് നൽകിയിട്ടുണ്ട്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ധാരാളം ഖൈറുൽ കസീറും ഇൽമുൽ ഗൈബും അല്ലാഹു നൽകിയിട്ടുണ്ട്. ലറൂറിയാത്തു ദീനിൽ വിശ്വസിക്കൽ നിർബന്ധമായ ഇൽമുൽ ഗൈബുമുണ്ട്. ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൽ തസ്ദീഖ് ചെയ്യേണ്ട ഇൽമുൽ ഗൈബുമുണ്ട്. ഏതായാലും ഇൽമുൽ ഗൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ധാരാളം നൽകിയിട്ടുണ്ട്. അതുപോലെ അയിമ്മത്തുൽ കിബാറിന്റെ ഇടയിൽ ഇഖ്തിലാഫുള്ള ചില ഇൽമുൽ ഗൈബിന്റെ വിഷയങ്ങളുമുണ്ട്. എല്ലാം വിശദമായി മറ്റു ദിറാസകളിലേക്ക് നാം സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദ്ർ യുദ്ധത്തിന്റെ ഒരു ദിവസം മുമ്പ് തന്നെ അല്ലാഹു നൽകിയ ഇൽമുൽ ഗൈബ് കൊണ്ട് പറഞ്ഞു, ഹാദാ മസ്റഉ ഉത്ബത്ത് ബിൻ റബീഅ വഹാദാ മസ്റഉ ശൈബത്ത് ബിൻ റബീഅ, ഹാദാ മസ്റഉ ഉത്ബത്ത് ബിൻ റബീഅ, ഹാദാ മസ്റഉ ശൈബത്ത് ബിൻ റബീഅ, ഹാദാ മസ്റഉ ഉമയ്യത്ത് ബിൻ ഖൽഫ്, ഹാദാ മസ്റഉ അബീ ജഹൽ ബിൻ ഹിശാം വഹാദാ മസ്റഉ ഫുലാനിൻ ഗദൻ ഇൻഷാ അല്ലാഹ്.
അതായത് ഓരോ സ്ഥലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെയാണ് അബൂജഹൽ വധിക്കപ്പെടുക, ഇന്നാൾ ഇവിടെയാണ് വധിക്കപ്പെടുക. ഒരു ദിവസം മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ തനഹാ അഹദുഹും അൻ മൗദിഇ യദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഒരാളും അവിടുന്ന് കൈവച്ച് കാണിച്ച തന്ന അതേ സ്ഥലത്ത് നിന്ന് ഒരു സ്ഥാനം പോലും തെറ്റിയിട്ടില്ല, അതേ സ്ഥലത്ത് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബദ്ർ യുദ്ധത്തിൽ ഒരുപാട് സംഭവങ്ങൾ, ഉമൈർ ഇബ്നു ഉഹൈബ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച സംഭവങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഉക്കാശത്തുൽ മിഹ്സൻ റളിയല്ലാഹു അൻഹു വാളാക്കി കൊടുത്ത മോചിസത്വം എല്ലാം ബദ്ർ യുദ്ധത്തിൽ നടക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബദ്ർ യുദ്ധത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദ്രീങ്ങളുടെ മദദും ഹിമായത്തും ഷഫാഅത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദ്ർ യുദ്ധത്തിൽ നടന്ന ഒരുപാട് കറാമത്ത് മുഅ്ജിസത്തുകൾ അസ്സീറത്തുൽ ഹൽബിയ 1-ാം വാല്യം 561-ലും അസ്സീറത്തുൻ നബവിയ 1-ാം വാല്യം 453 452-ലും ബഹുമാനപ്പെട്ട ഖുബൈബ് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശറഫാക്കപ്പെട്ട ഉമനീർ നൽകിക്കൊണ്ടുള്ള ആ ബദ്ർ യുദ്ധത്തിൽ നടന്ന ഒരുപാട് മുഅ്ജിസത്തുകൾ മാത്രമല്ല, ഷാഹത്തിൽ ഉജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് മണ്ണുകൾ ആണ്ട് വിതർന്നപ്പോൾ എല്ലാ ശത്രുക്കളുടെ കണ്ണിൽ അത് പെടുകയും ചെയ്ത മുഅ്ജിസത്തും ബദ്ർ യുദ്ധത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച ഉക്കാശ് റളിയല്ലാഹു അൻഹുവിന് വാള്, ഔൻ എന്ന് പറയുന്ന വാള് വാളായി കൊടുത്ത സംഭവം. അങ്ങനെ സലമത്ത് ബിൻ അസ്ലം റളിയല്ലാഹുവിന്റെ വാള് പൊട്ടിയപ്പോൾ അത് നന്നായത് റിഫാഅത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ കണ്ണിലേക്കായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമനീർ കൊണ്ട് അത് ശമനം നൽകിയത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബദ്ർ യുദ്ധത്തിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 900,000 മുഅ്ജിസത്തുണ്ട് എന്ന് ശിഹാബുദ്ദീൻ ഖലീബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹാഷിയ കൻസിർ റാഹിബിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. അതിന്റെ ശേഷം ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ്, അതുപോലെ ഇൻഷിഖാഖുൽ ഖമർ ചന്ദ്രപ്പിളർപ്പ്. അതിന്റെ കാരണം കൊണ്ടല്ലേ നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ വെളിച്ചം വന്നത്, നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടുകൂടെ ഇന്ത്യയിൽ മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുലഫാഉൽ അർബഅ, ആ ഖുലഫാഉൽ അർബഅയുടെ സന്താനങ്ങളും അതുപോലെ സ്വഹാബത്തിന്റെയും അഹ്ലു ബൈത്തിന്റെ സന്താനങ്ങൾ ഇന്ത്യയിൽ നാനാഭാഗത്തും ആ സന്താനങ്ങൾ വന്നിട്ടാണ് ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു തന്നത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ, ഹബീബ് ബിൻ മാലിക്, അവരുടെ സന്താന പരമ്പര, അതോടുകൂടെ ഖുലഫാഉൽ അർബഅ 4 ഖലീഫമാരുടെ സന്താന പരമ്പരയും നമ്മുടെ ഇന്ത്യക്കരയിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖുലഫാഉൽ അർബഅയുടെ സന്താനങ്ങൾ മഹാന്മാരായ അഹ്ലു ബൈത്ത് നമുക്കെല്ലാവർക്കും അറിയാം. സാദാത്യങ്ങൾ നമ്മുടെ മലബാറിന്റെ ചുറ്റുഭാഗത്തും അതുപോലെ ഇന്ത്യയിലും ഒരുപാട് സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഹസനി സാദാത്യങ്ങളും ഹുസൈനി സാദാത്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ട് ഇസ്ലാമിന്റെ പ്രചരണം വലിയ സ്വഭാവത്തോടുകൂടെ കറാമാത്ത് കൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഇസ്ലാമിന്റെ പ്രകാശം അവർ എല്ലാം വെളിവാക്കിയിട്ടുണ്ട്. അതോടുകൂടെ ഖുലഫാഉൽ അർബയിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താന പരമ്പര മഖ്ദൂമീങ്ങൾ, പൊന്നാനി മഖ്ദൂമീങ്ങൾ നമുക്ക് മലബാർക്ക് പരിചയമുള്ളവരാണ്. അതോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹർവർദി തങ്ങൾ, അതുപോലെ അഹമ്മദാബാദ് ഗുജറാത്തിൽ വജീഹുദ്ദീൻ ഗുജറാത്തി റഹ്മത്തുള്ളാഹിയുടെ മുരീദും ഖലീഫയായ മൗലാന ഷെയ്ഖ് ഈസൽ മദനി സിദ്ദീഖി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒരുപാട് മഹാന്മാർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താന പരമ്പര, അതുപോലെ ഷാ ഫളുർ റഹ്മാൻ മുറാദാബാദി റഹ്മത്തുള്ളാഹിയെ പോലത്തെ മഹാന്മാർ, അവരെല്ലാം ഇന്ത്യ രാജ്യത്തിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാന്മാരാണ്. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ വെളിച്ചം വെളിവാക്കാൻ വന്നിട്ടുള്ളത്. അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് മുജദ്ദിദ് അൽ ഫസാനി, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി,
അതുപോലെ ഉമർ റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഉമർ റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാരെല്ലാം ഉമർ റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാന്മാരാണ്. അജ്മീർ ഖാജ റളിയല്ലാഹുവിന്റെ ശിഷ്യനായ ഫരീദുദ്ദീൻ മസ്ഊദ് ഗഞ്ച് ശക്കർ അവരും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹത്തുക്കളാണ്. അല്ലാഹു റക്ക ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാന്മാർ ബഹുമാനപ്പെട്ട ഫളുർ റസൂൽ ബദായുനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുഅത്തഖദുൽ മുൻതഖദ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥമേദിയ. അതിന് ശറഹ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് അൽ മുസ്തനദുൽ മുഅത്തമദ്. അത് പിന്നീട് ഹുസാമുൽ ഹറമൈൻ മക്ക മദീനയുടെ ഉലമാഇന്റെ എല്ലാം തസ്ദീഖാത്തുള്ള ഹുസാമുൽ ഹറമൈൻ. ആ സൈഫുല്ലാഹിൽ മസ്ലൂൽ ബഹുമാനപ്പെട്ട ഫളുർ റസൂൽ ബദായുനി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാനാണ്. അതുപോലെ പാനിപ്പത്തിൽ മറവട്ടെടുക്കുന്ന 815 ഹിജ്റയിൽ വഫാത്തായ ജലാലുദ്ദീൻ കബീർ ഔലിയ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി ദുൽഖഅദ 5 വഫാത്തായ മഹാനവറുകൾ പാനിപ്പത്തിൽ മറവട്ടെടുക്കുന്ന മഹാൻ. അതോടുകൂടെ അവരുടെ സന്താനത്തിൽപ്പെട്ട മഹാനാണ് റഹ്മത്തുള്ളാഹിൽ കൈറാനബി റഹ്മത്തുള്ളാഹി അലൈഹി. റഹ്മത്തുള്ളാഹിൽ കൈറാനബി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലയും അതുപോലെ ഉലമാഉൽ ഹറമൈൻ എഴുതിയ ഹുസാമുൽ ഹറമൈന്റെ മുമ്പ് ഗുലാം ഖുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ 15 വർഷം മുമ്പ് തഖ്ദീസുൽ വക്കീൽ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിനും അതുപോലെ അൻവാറു സാത്തിയൊക്കെ ഔദാരിക എഴുതിയ മഹാനാണ് റഹ്മത്തുള്ളാഹിൽ കൈറാനബി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ. ഇൽഹാറുൽ ഹഖ് എന്ന് പറഞ്ഞ അറബി ഗ്രന്ഥം ക്രിസ്ത്യാനികൾക്ക് റദ്ദായിട്ട് എഴുതിയ ഒരു മഹത്തായ ഗ്രന്ഥമുണ്ട്. ആ മഹാനവറുകൾ റഹ്മത്തുള്ളാഹിൽ കൈറാനബി. ഇന്ന് പലരും മഹാനവറുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ പല വാക്കുകളും പറയുന്നുണ്ട്. റഹ്മത്തുള്ളാഹിൽ കൈറാനബി ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാനാണ്. പാനിപ്പത്ത് മഹാനവറുകളുടെ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ കബീർ ഔലിയ ചിശ്തി പാനിപ്പത്തി റഹ്മത്തുള്ളാഹിയുടെ സന്താനത്തിൽപ്പെട്ട മഹാനാണ് മൗലാന റഹ്മത്തുള്ളാഹിൽ കൈറാനബി. അതുപോലെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനങ്ങൾ ഹസൻ വ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരെ സന്താനത്തിൽപ്പെട്ട അഹ്ലു ബൈത്തും അതുപോലെ അലി റളിയല്ലാഹുവിന്റെ മറ്റു മക്കളായ 18 ആമക്കളും അതുപോലെ 18 പെമ്മക്കളും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഹസൻ വ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ബനു ഫാത്തിമ അഹ്ലു ബൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നവർ. മാത്രമല്ല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരിക്കെ അലി റളിയല്ലാഹു അൻഹുക്ക് മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല, വിവാഹം ചെയ്യാൻ പാടും ഇല്ലായിരുന്നു. അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. അതിൽ ഒരുപാട് സന്താനങ്ങൾ ജനിച്ചിട്ടുണ്ട്. അതിൽ മുഹമ്മദുൽ ഹനഫിയ അതുപോലെ അബ്ബാസ് ഉമർ ഇങ്ങനെ തുടങ്ങിയ അവിടെ മക്കൾക്കാണ് അലവി എന്ന് പറയുന്നത്. അങ്ങനെ അലവി കുടുംബം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാന്മാര് ഒരുപാട് നമ്മുടെ ഇന്ത്യക്കരയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രചരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നശ്ർ ഇശാഅത്തിന് ലോകത്തിന്റെ നാനാഭാഗത്തും വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സാലാർ മസ്ഊദുൽ ഗാസി റളിയല്ലാഹു അൻഹു. സയ്യിദ് സാലാർ മസ്ഊദുൽ ഗാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനപരയിൽപ്പെട്ട അലവി കുടുംബത്തിൽപ്പെട്ട മഹാന്മാരാണ്. അതുപോലെ ഒരുപാട് മഹാന്മാർ അല്ലാഹു റക്ക ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അഹ്ലു ബൈത്തും ഹസൻ റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാനാ ഗൗസുൽ ആദം റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാന്മാർ സയ്യിദ് ഷാ മുസ്തഫ ഖാദിർ ബിജാപുരി അൽ ജീലാനി അൽ ഹസനി മഹാനവറുകൾ 1054 ഹിജ്റയിൽ ബിജാപൂരിൽ മറവട്ടെടുക്കുന്ന മഹാൻ. അതുപോലെ അവരുടെ സന്താനപ്പെട്ട മഹാനാണ് ഗൗസുൽ ആദം റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാനാണ് മറ്റൊരു മഹാൻ സയ്യിദ് ഷാ അബ്ദുർ റസാഖ് ബിജാപുരി അൽ ജീലാനി അൽ ഹസനി സാദാത്യങ്ങളിൽ ഒരുപാട് മഹാന്മാർ നമ്മുടെ ഇന്ത്യക്കരയിൽ വന്നു. അതുപോലെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട നമ്മുടെ മലബാറിലും അത്രാഫിലും 60-ലേറെ അഹ്ലു ബൈത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അക്ബറാബാദിൽ മറവട്ടെടുക്കുന്ന ബഹുമാനപ്പെട്ട മീർ സയ്യിദ് അബുൽ ഉല അക്ബറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പോലോത്ത ഹുസൈനി സാദാത്യങ്ങളും ഷാ ഹംസ ഹുസൈനി പോലോത്ത ഹുസൈനി സാദാത്യങ്ങൾ അങ്ങനെ ധാരാളം ആളുകൾ. അതുപോലെ ഖാജ ബന്ദ് നവാസ് സയ്യിദ് മുഹമ്മദ് ഹുസൈനി ഗേസു ദറാസ് ഗുൽബർഗ ഷരീഫ് അവരൊക്കെ ഹുസൈനി സാദാത്യങ്ങളിൽ പ്രമുഖരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹത്തുക്കളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ആ മഹാന്മാരുടെ മദദും ഹിമായത്തും ശഫാഅത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാന്മാരായ ബദ്രീങ്ങളെ നമ്മൾ എപ്പോഴും തവസ്സുലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ ബദ്രീങ്ങളെ നാം എപ്പോഴും തവസ്സുലാക്കുകയും അവരെ തവസ്സുലാക്കി നമുക്ക് ഇരുവീട്ടിലും വിജയം ലഭിക്കേണ്ടതുണ്ട്. മഹാന്മാരായ മഹത്തുക്കൾ പരിശുദ്ധ റമദാൻ ഷരീഫിനെ ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആൻ ഖത്മാക്കിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
നമുക്കും പറ്റുന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ ഖത്തമാക്കി മഹാന്മാർക്ക് നമ്മൾ ഹദിയാക്കണം. പ്രത്യേകിച്ചും ബദ്രീങ്ങളെ നമ്മൾ ഹദിയാക്കണം. ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ റമദാൻ ശരീഫിൽ ഓരോ ദിവസം തറാവീഹിലും അതുപോലെ ഈദുൽ ഫിത്റിന്റെ രാത്രിയിലും അതുപോലെ റമദാൻ ശരീഫിൽ അങ്ങനെ ഓരോ ദിവസവും അങ്ങനെയായി 62 പരിശുദ്ധ ഖുർആൻ ഖത്തമാക്കുമായിരുന്നു. അബൂ ഹനീഫ തങ്ങൾ പരിശുദ്ധ റമദാനിലും ഈദുൽ ഫിത്റിലായിട്ട് 62 ഖുർആൻ, ഒന്ന് പകലിൽ ഒന്ന് രാത്രിയിൽ, ഒന്ന് തറാവീഹിൽ ഒന്ന് പെരുന്നാൾ ദിനം, അങ്ങനെ 62 ഖുർആൻ ഖത്തമാക്കിയിരുന്നു എന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഖൈറാത്തുൽ ഹിസാൻ 50-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ സയ്യിദുന അസ്വദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാൻ ശരീഫിൽ ഈ 2 രാത്രികളിൽ പരിശുദ്ധ ഖുർആൻ ഖത്തമാക്കുമായിരുന്നു. ഈ 2 രാത്രികളിൽ ഒരു ഖുർആൻ ഖത്തമ്. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ മാത്രം പരിശുദ്ധ ഖുർആൻ ഓതാറില്ല. ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളും ഈ 2 രാത്രികളിൽ പരിശുദ്ധ ഖുർആൻ മഹാനബികൾ റമദാൻ ശരീഫിൽ ഓതുമായിരുന്നു. റമദാൻ അല്ലാത്തയിൽ 6 രാത്രി കൊണ്ട് ഒരു ഖുർആൻ ഖത്തമാക്കുന്ന സയ്യിദുന അസ്വദ് ഇബ്നു യസീദ് തങ്ങൾ പരിശുദ്ധ റമദാനിൽ 2 രാത്രി കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഖത്തമാക്കുമായിരുന്നു എന്ന് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അത്തബഖാത്തുൽ കുബ്ര 6-ാം വാല്യം 136 137 പറഞ്ഞത് കാണാം. അതുപോലെ അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി ഹിലിയത്തുൽ ഔലിയ 2-ാം വാല്യം 120 പറഞ്ഞത് കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുന ഖതാദത്ത് ഇബ്നു ദിആമ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാൻ അല്ലാത്തതിൽ 7 രാത്രി കൊണ്ട് ഒരു ഖുർആൻ ഖത്മാക്കിയിരുന്ന മഹാൻ പരിശുദ്ധ റമദാൻ ശരീഫിൽ 3 രാത്രി കൊണ്ട് ഖുർആൻ ഖത്മാക്കുമായിരുന്നു. അതുപോലെ പരിശുദ്ധ റമദാൻ ശരീഫിൽ തന്നെ അവസാനത്തെ 10-ൽ ഓരോ രാത്രികളിലും ഒരു ഖുർആൻ ഖത്മാക്കുമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ഖതാദത്ത് ഇബ്നു ദിആമ റളിയല്ലാഹു അൻഹു എന്ന് അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി ഹിലിയത്തുൽ ഔലിയ 2-ാം വാല്യം 385-ലും അതുപോലെ സിയറു അഅ്ലാമിൻ നുബലാ 6-ാം വാല്യം 95-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദന സഅദ് ഇബ്നു ഇബ്രാഹിം അസ്-സുഹരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാൻ ശരീഫ് 21, 23, 25, 27, 29 ഈ ദിനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഖത്മാക്കാതെ നോമ്പ് തുറക്കാറില്ല. മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി സഖലൈൻ എന്നലക്കും തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന എന്നലക്കും അല്ലാഹുവിന്റെ അജായിബാത്ത് എല്ലാം ചിന്തിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് ചിന്തിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇശാ മഗ്രിബിന്റെ ഇടയിൽ സമയം ചെലവാക്കുമായിരുന്നു. മാത്രമല്ല നോമ്പ് തുറക്കുന്ന സമയത്ത് മിസ്കിന്മാരെല്ലാം വിളിച്ചുകൊണ്ട് മഹാനബറുകൾ നോമ്പ് തുറക്കുമായിരുന്നു എന്നൊക്കെ ബഹുമാനപ്പെട്ട അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി ഹിലിയത്തുൽ ഔലിയ ഇൽ സഅദ് ഇബ്നു ഇബ്രാഹിം സുഹരി ചരിത്രത്തിൽ 3-ാം വാല്യം 199 പറഞ്ഞത് കാണാം. അതുപോലെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാൻ ശരീഫിൽ 60 ഖുർആൻ ശരീഫ് ഖത്മാക്കുമായിരുന്നു എന്ന് ഫതാവൽ ഹദീസിയ ഇയാനത്തു ത്വാലിബീൻ അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ അതുപോലെ ഹിലിയത്തുൽ ഔലിയ 9-ാം വാല്യം 142-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും ഇത്രമുള്ള മഹത്തുക്കൾ ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ അബി അംർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, പരിശുദ്ധ ഖുർആൻ ഖത്മാക്കിയ ആള് നെറ്റിയിൽ മലായിക്കത്ത് ചുംബിക്കും എന്ന് പറഞ്ഞത് ഇമാം ഖുർത്തുബി തങ്ങൾ ബഹുമാനപ്പെട്ട അത്തിദ്കാർ ഫി അഫ്ളലിൽ അദ്കാർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 89-ാമത്തെ പേജിൽ കാണാം. അതുപോലെ ഇബ്രാഹിം തൈമി തങ്ങൾ പറയുന്നു, ആരെങ്കിലും പകലിന്റെ തുടക്കത്തിൽ ഖുർആൻ ഖത്മാക്കിയാൽ മലക്കുകൾ വൈകുന്നേരം വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാത്രിയുടെ തുടക്കത്തിൽ പരിശുദ്ധ ഖുർആൻ ഖത്മാക്കിയാൽ സുബ്ഹി വരെ അവർക്ക് വേണ്ടി മലായിക്കത്ത് പ്രാർത്ഥിക്കുമെന്ന് തഫ്സീർ ഖുർത്തുബി തുടക്കത്തിൽ തന്നെ ബാബുമാ ഇൽസമു ഖാരി അൽ ഖുർആൻ 1-ാം വാല്യം 44-ാമത്തെ പേജിൽ കാണാം. അതുപോലെ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങൾ ഖുർആൻ ഖത്മാക്കുന്ന സമയത്ത് ഒരുമിച്ച് കൂടും, എന്നിട്ട് പറയും ഇത് റഹ്മത്ത് ഇറങ്ങാനുള്ള സമയമാണ് എന്ന് അന്ന് പറയുമായിരുന്നു എന്ന് അത്തിദ്കാർ ഫി അഫ്ളലിൽ അദ്കാർ 89-ാമത്തെ പേജിൽ പറഞ്ഞു കാണാം. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ റമദാൻ ശരീഫിൽ നമ്മൾ പ്രത്യേകിച്ചും റമദാൻ ശരീഫ് ബദ്രീങ്ങളുടെ ആണ്ടിന് അനുബന്ധിച്ച് ഖുർആൻ ഖത്മാക്കുകയും മഹാന്മാരായ ബദ്രീങ്ങൾക്ക് ഹദിയാക്കുകയും ചെയ്യണമെന്ന് നാം പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ത്വഹാറത്തുൽ ഖുലൂബ് 157-ൽ അബ്ദുൽ അസീസ് ദീരിനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, പരിശുദ്ധ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരും.
എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഖാദിമീങ്ങളോട് പറയും ഉടനെ ഭക്ഷണം എടുക്കണം, ഫജ്ർ സ്വാദിക്ക് വെളിവാകാനായിക്കണ്. അതായത് അത്ര നേരം തറാവീഹി നമസ്കാരം കഴിഞ്ഞ് അത്തായത്തിന്റെ അടുത്ത സമയത്താണ് അവർ അത്തായത്തിന് വേണ്ടി വന്നിരുന്നത്. അതുവരെ തറാവീഹ് നിസ്കാരത്തിൽ മുഴുകിയിരുന്നു എന്ന് ചരിത്രം അബ്ദുൽ അസീസ് ലിയാഉദ്ദീൻ ദീരീനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ ത്വഹാറത്തുൽ ഖുലൂബ് 157 പേജിൽ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാൻ മാസം പകൽ മുഴുവനും കൃഷിപ്പണിക്ക് പോവുകയാണെങ്കിൽ രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കാൻ എത്രമാത്രം പകലുകളിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തീരെ ഉറങ്ങാറില്ല എന്ന് അബൂ നുഐം റഹ്മത്തുള്ളാഹി ഹിലിയത്തുൽ ഔലിയ 7-ാം വാല്യം 435 പേജിൽ പറഞ്ഞത് കാണാം. അപ്പൊ ഈ മഹാന്മാരൊക്കെ ഇത്രമാത്രം പരിശുദ്ധ റമദാൻ ഷരീഫിനെ ആദരിക്കുകയും പരിശുദ്ധ ഖുർആൻ ഖത്മാക്കുകയും ചെയ്തെങ്കിൽ നമുക്കും പരിശുദ്ധ ഖുർആൻ ഖത്മാക്കാൻ പരിശ്രമിക്കണം. പ്രത്യേകിച്ചും ബദ്ർ ദിനത്തിനോട് ബന്ധപ്പെട്ട് ഖത്മുൽ ഖുർആൻ നടത്തി മഹാന്മാരായ ബദ്രീങ്ങൾക്ക് ഹദിയ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ബദ്രീങ്ങളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവർക്ക് മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ബദ്രീങ്ങളുടെയും മറ്റു സ്വഹാബത്തിന്റെ പേരുകളൊക്കെ എഴുതി വെക്കുന്നതും തന്നെ വലിയ മഹത്വമായിട്ട് മഹാന്മാർ പറഞ്ഞത് കാണാം. അസ്സഫീനത്തുൽ ഖാദിരിയ 98-99 ബഹുമാനപ്പെട്ട മുഹിയുസുന്നത്തിൽ മുഹമ്മദിയ വ തരീഖത്ത് സൂഫിയ സയ്യിദി മുഹമ്മദ് ബിൻ നാസിറുദ് ദർഇ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ തൊട്ട് പറയുകയാണ്, മഹാന്മാരായ പേരുകൾ എഴുതിയാൽ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ ത്വൽഹ വ സുബൈർ സഈദ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വ അബൂ ഉബൈദത്തുൽ ജറാഹ് സഈദ് ബിൻ റബീഅ തുടങ്ങിയ ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് മഹത്തുക്കളുടെ പേരുകൾ, സ്വഹാബത്തിന്റെ ഈ പുണ്യമേറിയ പേരുകൾ, അബൂ ഹുറൈറ, ബിലാൽ ഇബ്നു ഹുമാമ, അങ്ങനെ 44ഓളം പേരുകൾ മഹാനവറുകൾ പറഞ്ഞു. 40 ഹഉലാഇ ജയ്ഷു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 44 ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരായ 44 മഹാന്മാരുടെ പേരുകൾ. ആ പേരുകൾ മൻ കതബഹും വജഅലഹും ഫീ ഖസീനത്തിൻ ലം യുക്ഷഫ് വമൻ ഖറഅഹും അലാ മരീദിൻ ബരിഅ ബിഇذനില്ലാഹി തആല വമൻ ജഅലഹും ഫീ ഹിർസിൻ വഅല്ലഖഹും ഫീ ഉനുഖിൽ മയ്യിതി ഔ ബൈന അക്ഫാനിഹി ലം യുറ വഹ്ശതൽ ഖബ്രി ബിഇذനില്ലാഹി തആല. അസ്സഫീനത്തുൽ ഖാദിരിയ 98-99 കാണാം. ഈ മഹാന്മാരായ 44ഓളം വരുന്ന സ്വഹാബത്തിന്റെ പേരുകൾ എഴുതി വെച്ചാൽ ഖബറിൽ വെച്ചാലും അതുപോലെ മയ്യത്തിന്റെ കൂടെ വെച്ചാൽ ഖബറിൽ ഏകാന്തത ഉണ്ടാവുകയില്ല. ഈ മഹത്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകും, അവർക്ക് വലിയ ഒരു ബർക്കത്തുണ്ടാകും, ഈ മഹത്തുക്കളുടെ മദതുണ്ടാകും എന്ന് അസ്സഫീനത്തുൽ ഖാദിരിയ 98-99 പറഞ്ഞത് കാണാം. ഏതായാലും ഈ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ളവർ. നമുക്ക് സ്വഹാബത്തിന് മറക്കാൻ കഴിയില്ല. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ. ആ മഹാന്മാർ നമുക്ക് മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് മലബാറിന്റെ പരിസരത്തും അതുപോലെ ഇന്ത്യയിലും ലോകത്തിന്റെ നാനാഭാഗത്തും മഹത്തുക്കളായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനം ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ എന്ന നിലയ്ക്ക് ലോകത്തിന്റെ നാനാഭാഗത്ത് ആ പ്രകാശം അവർ പകർന്നു തന്നു. നമ്മുടെ കേരളക്കരയിലും ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ എന്ന പേരിൽ 3 ആളുകളാണ് ഉള്ളത്. 2 സ്വഹാബികൾ, 1 താബിഈ. മാലിക് ബിൻ ദീനാർ താബിഈ, ഫരീദ് റഹ്മത്തുള്ളാഹി തദ്കിറത്തുൽ ഔലിയ, അതുപോലെ തംബീഹുൽ മുഖ്തറിൻ, അതുപോലെ തസവുഫിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന മാലിക് ബിൻ ദീനാർ അത് താബിഈയായ പണ്ഡിതനാണ്. ഹസൻ ബസരി തങ്ങളുടെ ശിഷ്യനാണ്. അതേ സ്ഥാനത്ത് മാലിക് ബിൻ ദീനാർ 2 സ്വഹാബികളുണ്ട് എന്ന് മിർആത്ത് ശറഹുൽ മിഷ്കാത്തിലൊക്കെ കാണാം. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ സ്വഹാബത്ത് നമ്മുടെ കേരളക്കരയിൽ ധാരാളം വന്നു. അതിൽ പ്രത്യേകിച്ചും മാലിക് ബിൻ ദീനാറിന്റെ കൂടെ അവരുടെ അഖിയാഫിയായ സഹോദരൻ, ഉമ്മത്തെ സഹോദരനായ ബഹുമാനപ്പെട്ട ഷറഫ് ബിൻ മാലിക്, അതുപോലെ ഹബീബ് ബിൻ മാലിക്, അവരുടെ സന്താനങ്ങളാണല്ലോ നമ്മുടെ കേരളക്കരയിലേക്ക് അവരെ കുടുംബങ്ങളുമാണ് വന്നത്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹിയുടെ കുടുംബം, വലിയാകുത്തോടി കുടുംബം, തുഹ്ഫത്തുൽ അഖിയാർ ബിൻ അയ്യാനി മലൈബാർ ആ മഹത്തായ ഗ്രന്ഥത്തിൽ, അതുപോലെ സൂറത്തുന്നൂർ തർജുമയുടെ മുഖദ്ദിമയിലൊക്കെ കാണാം. അതുപോലെ തുഹ്ഫത്തുൽ മുജാഹിദീനിലും സൂചന കാണാം 27-ാമത്തെ പേജിൽ.
വഉസ്റത്തു വലിയാകത്തോടി മിൻ ഔലാദി ഷെയ്ഖ് സ്വഹാബിയിൽ ജലീൽ മാലിക് ഇബ്നു ഹബീബിൽ അൻസാരിൽ മദനി റളിയല്ലാഹു തആല അൻഹു. കൊടങ്ങല്ലൂരിൽ മറവട്ടെടുക്കുന്ന മഹാനവരുകളുടെ സന്താനപരപ്പെട്ട ആളുകളാണ് വലിയാകത്തോടി കുടുംബം എന്ന്. അപ്പൊ വലിയാകത്തോടി കുടുംബം, അതും സ്വഹാബത്തിന്റെ കുടുംബം. അതുപോലെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലബാറിലും മലബാറിന്റെ പരിസരത്തും ആ സ്വഹാബത്തിന്റെയും അവരുടെ ശിഷ്യഗണങ്ങളുടെയും നേതൃത്വത്തിൽ ഒരുപാട് പള്ളികൾ ഉണ്ടായി. 10ഓളം അറിയപ്പെട്ട പള്ളികൾ നമുക്കറിയാം. 10ഓളം അറിയപ്പെട്ട പള്ളികൾ മലബാറിലും പരിസരത്തും ഉണ്ടായി. മലബാറിൽ പ്രത്യേകിച്ചും 10 പള്ളികൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ ശാലിയം ഷെരീഫിൽ തന്നെ ഉണ്ട്. ശാലിയം ഷെരീഫിൽ സ്വഹാബത്തുണ്ടാക്കിയ പള്ളി, ശാലിയം ഷെരീഫിലുള്ള പള്ളി, സ്വഹാബത്തുണ്ടാക്കിയ പള്ളി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മംഗലാപുരത്ത് സീനത്ത് ബക്ഷ് ബന്ദറിലുള്ള പള്ളി, അതിന്റെ ഖാദി ഷെയ്ഖ് മൂസ എന്നിവരായിരുന്നു കർണാടകയിൽ. അതുപോലെ കർണാടക മറ്റൊരു സ്ഥലത്ത് ഫാക്കനൂർ, അതായത് ബർക്കൂർ, ബാക്കൂർ, ഉടുപ്പി, അവിടെ ഒരു പള്ളി, അതിന്റെ ഖാദി ഷെയ്ഖ് ഇബ്രാഹിം എന്നിവരായിരുന്നു. അതുപോലെ മാതായിപ്പള്ളി, അതിന്റെ ഖാദി ഷെയ്ഖ് അബ്ദുറഹ്മാൻ എന്നിവരായിരുന്നു. അതുപോലെ കൊല്ലം അവിടുത്തെ പള്ളി, അത് ഷെയ്ഖ് ഹസൻ എന്നിവരായിരുന്നു. അങ്ങനെ അതുപോലെ ചാലിയത്തുള്ള പള്ളി ഷെയ്ഖ് സൈനുദ്ദീൻ എന്നിവരായിരുന്നു അതിന്റെ ഖാദി. അതുപോലെ ധർമ്മപത്തം അവിടെ ഉള്ള പള്ളി, അതിന്റെ ഷെയ്ഖ് ഹുസൈൻ എന്നിവരായിരുന്നു. അതുപോലെ മറ്റൊരു സ്ഥലത്ത് ജർഫത്തൻ എന്നതിലുള്ള അവിടുത്തെ ഖാദി ഷെയ്ഖ് ഉമർ എന്നിവരായിരുന്നു. ഷെയ്ഖ് മാലിക്കുൽ ഖുറൈശി, കാസർഗോഡ് പള്ളിയുടെ ഖാദിയായ ഷെയ്ഖ് മാലിക് ബിൻ മുഹമ്മദ് ഖുറൈശി, കാസർഗോഡ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മാലിക്കുൽ ഖുറൈശി കൊടങ്ങല്ലൂരുടെ മൂത്ത മകനാണ് ബഹുമാനപ്പെട്ട മാലിക്കുൽ ഖുറൈശി. ആ പള്ളിയുടെ ഖാദിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല മാലിക് ദീനാറും കൂട്ടരും 44ഓളം ആളുകൾ വന്നിരുന്നു. അവരൊക്കെ ദറജാത്ത്, അവരുടെ കുടുംബത്തിലെ സർവ്വ അഹ്ലുൽ ഖൈരി വസ്സലാഹിന്റെ ഒക്കെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഖസീദത്തുൽ ബദ്രിയ നമുക്ക് ധാരാളം പതിവാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ബദ്രീങ്ങൾ എഴുതിയ, ബദ്ർ മൗലൂദ് എഴുതിയ വളപ്പിൽ മഖ്ദൂം അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു റക്ക ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് മഹത്തുക്കൾ ബദ്രീങ്ങളെ അസ്മാഇന് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ദറജാത്ത് ഉയർത്തി അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാന്മാരുടെ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ അക്കാബിരിങ്ങളായ ഹനഫി പണ്ഡിതന്മാർ, ഷാഫിഈ പണ്ഡിതന്മാർ, അതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ സർവർക്കും സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്തോടുകൂടെ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ കാര്യങ്ങൾ ഖൈറ്, ലുത്ഫ്, ആഫിയത്തോടെ അല്ലാഹു ഏറ്റെടുക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ ശരീഫിൽ ആരെല്ലാം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുപോലെ മഗ്ഫിറത്തിന് വേണ്ടി ദുആയിരിക്കുന്നു, നരകമോചനം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആ കൂട്ടത്തിൽ അല്ലാഹു തആല ഈ മഹാന്മാരായ ബദ്രീങ്ങൾ റളിയല്ലാഹു അൻഹുമിന്റെ ബർക്കത്ത് കൊണ്ട്, അവരുടെ സന്താനത്തിൽപ്പെട്ട മഹത്തുക്കളൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അതിൽ ഉൾപ്പെടുത്തട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.